വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അതും പച്ച വാഴയ്ക്ക കൊണ്ടൊരു സ്നാക്കാണ്. കട്ട്ലറ്റ് എന്ന് പറയാം. പക്ഷേ കട്ട്ലറ്റ് പോലെ നമ്മൾ ഇത് മുട്ടയിലോ അല്ലെങ്കിൽ റസ്കപ്പൊടിയിലോ ഒന്നും മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതല്ല. നമ്മളത് ഷാലോ ഫ്രൈയാണ് ചെയ്യുന്നത്. അതുപോലെ കട്ട്ലറ്റിന് ഉപയോഗിക്കുന്ന പോലെയുള്ള മസാലകളൊന്നും നമ്മളിതിന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്കിത് സ്നാക്കായിട്ട് കഴിക്കുക. നമ്മളിപ്പോൾ ഒരു സോസിൻ്റെ കൂടെ കഴിക്കുക. അതല്ലാതെ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വെറുതെ കഴിക്കുക. അതുമല്ല, നമുക്ക് ചോറിന് ഇതൊരു പറ്റിയൊരു സൈഡ് ഡിഷ് കൂടിയിട്ടാണ് കേട്ടോ. ചോറിനത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ടൈറ്റിലിൽ 2 in 1 റെസിപ്പി എന്ന് എഴുതിയത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് കണ്ടോ, ഇതുപോലെ പച്ച വാഴയ്ക്കായിരിക്കണം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തതാണ്. നമ്മളിപ്പോൾ ഓരോ നാട്ടിൽ ഇതിന് ഓരോ പേര് പറയും. പൊന്തം വാഴ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. അതുപോലെ പടച്ചിക്കായ എന്നും പറയും. അങ്ങനെ പല നാട്ടിലും പല പേരാണല്ലോ. അപ്പോൾ നമ്മൾ ബജ്ജിയൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ആ പച്ച വാഴയ്ക്ക തന്നെയാണ്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 1 കിലോ വാഴയ്ക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് വരും. അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ ഉപ്പും പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് കൈകൊണ്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാളയും അതുപോലെ പച്ചമുളകും കൂടെ ചേർത്തിട്ട്, അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനാവശ്യമുള്ള മുളക് പൊടി അതും കൂടെ ചേർത്തിട്ട് വീണ്ടും കൈകൊണ്ട് തന്നെ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ടെടുക്കുക. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള മുളക് പൊടിയും അതുപോലെ ഉപ്പും പിന്നെ അതുപോലെ പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ള മസാലയൊക്കെ ഒന്ന് വാഴയ്ക്കയിൽ ഒന്ന് പിടിച്ച് വരാനാണ് നമ്മളതുപോലെ ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇതെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കുക. ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ഇതുപോലെ പരത്തിയെടുക്കുക. നമ്മൾ കട്ട്ലറ്റിനൊക്കെ പരത്തുന്നത് പോലെ ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ കയ്യിൽ ഓയിലാക്കേണ്ട ആവശ്യം വരുന്നില്ല, അതൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഓയിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ എല്ലാം ഷേപ്പാക്കുക. നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ സ്ക്വയർ ആക്കിയിട്ടും ആക്കാം. അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഷേപ്പാക്കി ഡിഫറെൻറ്റ് ഷേപ്സിലൊക്കെ കുട്ടികൾക്ക് കുറച്ച് കഴിക്കാനൊരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അതുപോലെയൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. എല്ലാം നമുക്ക് ഇതേപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് എളുപ്പം തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. നമുക്കിനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ചെയ്യണില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം പാൻ ചൂടാകുമ്പോൾ ഒരു 1-1.5 സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ കട്ട്ലറ്റ് ഓരോന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചതിന് ശേഷം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളതെല്ലാം ഒന്ന് തുറന്നതിന് ശേഷം എല്ലാം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ മെല്ലെ അത് ഫ്രൈ ആയിട്ട് വരുള്ളൂ. പക്ഷേ മെല്ലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിനൊരു ടേസ്റ്റ്, ഉള്ളിലെല്ലാം മസാലയൊക്കെ പിടിച്ചിട്ട് അതിനൊരു ടേസ്റ്റ് വരുന്നത് നമ്മൾ മെല്ലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ അതിനെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യുക. അതല്ലാതെ നമുക്ക് ചോറിന് പറ്റിയൊരു സൈഡ് ഡിഷ് കൂടിയിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികൾക്ക് വാഴയ്ക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ അവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടിയിട്ടാണ്. അപ്പോൾ ഈ ചാനൽ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ ഓപ്ഷൻ കാണും. അപ്പോൾ അതുകൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാണാം. നമുക്ക് നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. ബൈ.